ഞാനൊന്ന് ആലോചിക്കട്ടെ. പരിഗണിക്കണോ അതോ ദേഷ്യപ്പെടണോ എന്ന്. എന്തായാലും കെട്ടിപ്പോയില്ലേ, ഒരു കൈ നോക്കിയേക്കാം. അതും പറഞ്ഞവൻ മുത്തശ്ശനെ ഒന്ന് നോക്കി കണ്ണിറുക്കി പുറത്തേക്ക് നടന്നു. അത് കണ്ടതും പ്രഭാകരമേനോന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. ചിരിയോടെ അയാൾ അകത്തേക്ക് നടന്നു. കാറിൽ കയറുന്നേരം കാശിയുടെ കണ്ണുകൾ ചുറ്റിനും ഒന്ന് പരതി. ആള് രാവിലെ തനിക്ക് മുൻപിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതാണ്. പിന്നെ ഇതുവരെ മുൻപിൽ വന്നിട്ടില്ല. സ്വന്തം കെട്ടിയവനെ ഇത്രയും ഭയക്കുന്ന ഭാര്യമാരുണ്ടാവുമോ ദൈവമേ? ആലോചിച്ചപ്പോൾ അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ പോകുന്നതും നോക്കി അടുക്കളയിലെ ജനലിനിപ്പുറം നിന്നവൾ ആശ്വാസത്തോടെ തിരിഞ്ഞു. എന്തോ അവനെ കാണുമ്പോഴൊക്കെ തനിക്ക് ശ്വാസമെടുക്കാൻ പോലും കഴിയുന്നില്ല. കൊച്ചു കള്ളി, കെട്ടിയവനെ ഒളിഞ്ഞു നോക്കുകയല്ലേ? പിറകിൽ എളിക്ക് കയ്യും കൊടുത്തു നിൽക്കുന്നു ആലി. വൈഗ അവളെ നോക്കി ഒരു വിളറിയ ചിരി ചിരിച്ചു. അയ്യേ, എന്നാലും ഏട്ടത്തി, സ്വന്തം കെട്ടിയവനെ തന്നെ ഒളിഞ്ഞിരുന്ന് വായി നോക്കുവല്ലേ? ഷോ, ഓർത്തിട്ട് എനിക്ക് തന്നെ നാണം വരുന്നു, ആലി വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൂടെ കേട്ടതും വൈഗയുടെ കണ്ണുകൾ അവളുടെ നേർക്ക് കൂർത്തു. ആലി ചിരി അടക്കി പിടിച്ചു നിന്നു. അയ്യടാ, വായിൽ നോക്കാൻ പറ്റിയൊരു മുതല് തന്നെ ആ കലിപ്പൻ. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. വൈഗയും ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. ശരിയാക്കി തരാം. ഏട്ടനിങ്ങ് വരട്ടെ, ഞാൻ പറയും കെട്ടിയോള് ഏട്ടന് കലിപ്പൻ എന്നൊരു പേരിട്ടിട്ടുണ്ടെന്ന്. അവളത് പറഞ്ഞതും വൈഗ ഞെട്ടിപ്പോയി. ദേ ആലി, നീ കളിക്കല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതാടി. നിന്റെ ഏട്ടൻ മുത്താടി, സത്യം. വൈഗ ആലിയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശരിക്കും മുത്താണോ ഏട്ടത്തി? ആലി ചിരിയമർത്തി ചോദിച്ചു. വീണ്ടും അവൾ തന്നെ കളിയാക്കുവാനെന്ന് മനസ്സിലായതും വൈഗയുടെ കവിളുകൾ വീർത്തു. മോളെ! പുറത്തുനിന്നും അമ്മയുടെ വിളി കേട്ടപ്പോൾ രണ്ടുപേരും പുറത്തേക്ക് നടന്നു. അവിടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഇരിപ്പുണ്ട്. മുത്തശ്ശി വൈഗയെ പിടിച്ച് അവർക്ക് തൊട്ടരികിൽ ഇരുത്തി. നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. മോളെന്ന് വിളിക്കുമ്പോൾ ആരെയാ വിളിക്കുന്നത് എന്ന് കൂടി പറയണം. ഇതിപ്പോ എൻ്റെ ഒരു നടത്തം വേസ്റ്റായില്ലേ? ആര്യ അവരെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. അതിനിനി നിന്നെ ആര് മോളെന്ന് വിളിക്കുന്നു? ഇപ്പോൾ ഇവിടെ വൈഗയുണ്ടല്ലോ. നിന്നെപ്പോലൊരു കാന്താരിയെ ഇനി ഇവിടെ വേണ്ട. വിശ്വനാഥൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അത് കണ്ടതും അവൾ അതിലും കൂടുതൽ പുച്ഛം അവളുടെ മുഖത്ത് വരുത്തി. ഓ, ആയിക്കോട്ടെ. ഈ അടുത്ത് പിടിച്ചിരുത്തിയ മുതൽ ആരാന്ന വിചാരം? ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ആ പുന്നാര മോനില്ലേ, ആ ആൾക്ക് നിങ്ങളെ ഈ മോള് ഒരു ഇരട്ട പേരിട്ടു. അത്രയൊന്നും ഞാൻ ചെയ്തില്ല, പറഞ്ഞുകൊണ്ടവൾ ഇടം കണ്ണിട്ട് വൈഗയെ നോക്കി. വൈഗയുടെ മുഖം വിളറി വെളുത്തു. അവൾ ആലിയെ കൂർപ്പിച്ചു നോക്കി. ആലി അവളോടൊന്ന് ഇളിച്ചു കാണിച്ചു. ആണോ മോളെ? വിശ്വനാഥൻ അവളെ നോക്കി. അത് കേട്ടതും അവളൊന്ന് പതറി. അത് ഒന്നുമില്ല അച്ഛാ, അവൾ ചുമ്മാ ഓരോന്ന് പറയുന്നതാ. വൈഗ അവളെ നോക്കി കണ്ണുരുട്ടി. ഇല്ലച്ചേ, സത്യം. ഈ ഏട്ടത്തിയുണ്ടല്ലോ, എൻ്റെ പാവമേട്ടനെ കലിപ്പനെന്ന് വിളിച്ചു, അവൾ സങ്കടം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. വൈഗ പതർച്ചയോടെ അവരെ എല്ലാവരെയും നോക്കി. അങ്ങനെ വിളിച്ചതിന് ഇനി ഇവർക്ക് തന്നോടെന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നുമോ? പക്ഷെ എല്ലാവരിലും നിറഞ്ഞ ചിരിയാണ്. അത് കണ്ടതും അവളുടെ മുഖം വിടർന്നു. മോളെ, ഇതിലും നല്ലൊരു പേര് ഇനി അവൻ ഇടാനില്ല, മുത്തശ്ശൻ പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. വൈഗയുടെ മനസ്സിലേക്ക് അവന്റെ ഗൗരവം നിറഞ്ഞ മുഖം ഓർമ്മ വന്നു. മോളെ എന്തിനാ വിളിപ്പിച്ചെന്നറിയുമോ? നീയും ആലിയും കൂടി ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വാ. കാശിയെയും കൂട്ടിയാണ് പോവേണ്ടത്. അവനങ്ങനെ അമ്പലത്തിലൊന്നും വരാറില്ല. അതുകൊണ്ട് മോളിപ്പോൾ അവരെയും കൂട്ടിയിട്ട് പോ. കാശി ഒരു ദിവസം അമ്മ പറഞ്ഞ് കൂടെ അയക്കാം. അത് കുഴപ്പമില്ല അമ്മേ, ഞങ്ങൾ പോയിക്കോളാം. അമ്മേ, ഞങ്ങൾ നടന്നു പോയിക്കൊള്ളാം. അതാവുമ്പോൾ ഏട്ടത്തിക്ക് ഈ നാടൊക്കെ ഒന്ന് കാണാമല്ലോ, ആലി പറഞ്ഞതും അവർ ചിരിയോടെ സമ്മതിച്ചു. ആലി അവളുടെ കൈയും പിടിച്ച് സന്തോഷത്തോടെ റൂമിലേക്ക് നടന്നു. ഗോൾഡൻ കളർ ധാവണിയായിരുന്നു വൈഗ ഉടുത്തത്. ആലിയും ഗോൾഡൻ കളർ നിറത്തിലുള്ള ധാവണി തന്നെയായിരുന്നു. അവൾ തന്നെയാണ് രണ്ടുപേർക്കും ഒരുപോലുള്ളത് എടുത്തത്. മുടി മുഴുവനായും പിന്നിലേക്ക് വിടർത്തിയിട്ട്
ഒരു ചമയങ്ങളും ഇല്ലാതെ ഇറങ്ങി വരുന്നവളെ സാവിത്രി നിറഞ്ഞ സന്തോഷത്തിൽ നോക്കി. അത്രയും ഭംഗിയുണ്ടായിരുന്നു അവളെ ആ വേഷത്തിൽ കാണാൻ. ഷോ, മൂഡ് ഫുൾ പോയി. ഞാൻ എന്തൊക്കെ മേക്കപ്പ് ഇട്ടിട്ടാണ് എന്നറിയാമോ വന്നത്? അതൊക്കെ ഏട്ടത്തി ഒരു നിമിഷം കൊണ്ട് കളഞ്ഞില്ലേ? ആലി അവളെ നോക്കി പരിഭവത്തോടെ പറഞ്ഞു. അത് കേട്ടതും വൈഗ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ മോളെന്തിനാ മേക്കപ്പൊക്കെ ഇട്ടേ? അതൊന്നും ഇടാതെ തന്നെ എൻ്റെ ആലി സുന്ദരിയല്ലേ? ആണോ ഏട്ടത്തി? ആലി കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു. പിന്നല്ല, സത്യമായും എൻ്റെ മോള് സുന്ദരിയാ. വൈഗ അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ഒരുമ്മ വെച്ചു. അത് കണ്ടതും സാവിത്രി രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. അമ്മയുടെ 2 മക്കളും സുന്ദരികളാ. അത് കേട്ടതും വൈഗയുടെ കണ്ണുകൾ നിറഞ്ഞു. ജീവിതത്തിൽ ഇന്ന് വരെ അമ്മയെന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായിട്ടില്ല. പക്ഷെ ദൈവം തനിക്ക് ഒരമ്മയോളം വാത്സല്യവും സ്നേഹവുമുള്ള ഒരമ്മയെ തന്നിരിക്കുന്നു. അവൾ നിറഞ്ഞ കണ്ണുകൾ അവർ കാണാതെ തുടച്ചു. ദേ, അതിലൊന്ന് ചുറ്റിക്കറങ്ങി നടക്കാതെ പെട്ടെന്നിങ്ങ് വന്നോണം. ഇല്ലെങ്കിൽ കാശി വന്നാൽ വഴക്ക് കേൾക്കേണ്ടി വരും. പുറത്തേക്കിറങ്ങുമ്പോൾ സാവിത്രി പിറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. മോളെ വൈകേ, രണ്ടിനെയും നോക്കിക്കോണേ. സാവിത്രി വിളിച്ചു പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി. അമ്പലവും അതിനടുത്തുള്ള സ്ഥലങ്ങളുമൊക്കെ ചുറ്റിക്കണ്ടാണ് 3 പേരും തിരിച്ചു വീട്ടിലെത്തിയത്. ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള അനുഭവമായതുകൊണ്ട് തന്നെ വൈഗ സാവിത്രി പറഞ്ഞതൊക്കെ മറന്നിരുന്നു. അയ്യോ, ഏട്ടത്തി വേഗം നടന്നോ. ഏട്ടത്തിയുടെ കാലൻ പിന്നെ നമ്മുടെ 3 പേരുടെയും കാലനാവും. വീടിനടുത്തെത്താനായതും ആലി പതിയെ വൈഗയുടെ ചെവിയിൽ പറഞ്ഞു. അത് കേട്ടതും അവളിൽ ഭയം നിറഞ്ഞു. അകത്തേക്ക് കയറിയതും 3 പേരുടെയും കണ്ണുകൾ ഒരുപോലെ കാർ പോർച്ചിലേക്കാണ് പോയത്. അവിടെ കാശിയുടെ കാറില്ലെന്ന് കണ്ടതും 3 പേരും ശ്വാസം വലിച്ചു വിട്ടു. അമ്മ വഴക്ക് പറയുമോ ഒരുപാട് വൈകിയതിന്? വൈഗ ആശങ്കയോടെ അവരെ നോക്കി. ഏയ്, അമ്മ ഒന്നും പറയില്ല. കാശിയേട്ടൻ എത്തിയിട്ടില്ലല്ലോ, അപ്പോൾ പേടിക്കണ്ട. 2 പേരും അവൾക്ക് ധൈര്യം പകർന്നു നൽകി. അകത്തേക്ക് കയറിയതും തങ്ങളെ നോക്കിയിരിക്കുന്ന സാവിത്രിയെ കണ്ടതും അവളൊന്ന് പതറിക്കൊണ്ട് അവരെ തിരിഞ്ഞു നോക്കി. എന്നാൽ അവർ നിന്നിടം ശൂന്യമായിരുന്നു. അത് കണ്ടതും അവളുടെ മുഖം ദയനീയമായി. ഞാൻ തനിച്ചല്ലല്ലോ അമ്മേ, അവരും കൂടെ ഉണ്ടായിരുന്നില്ലേ? അവൾ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവരവളെ നോക്കി. അത് കേട്ടതും അവൾ ചമ്മലോടെ ചിരിച്ചു. നിന്നോടാണല്ലോ ഞാൻ അവരെ നോക്കാൻ പറഞ്ഞത്. കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ തന്നത്. ഈശ്വരാ, ഇതുങ്ങളെ 3നെയും ഞാൻ എങ്ങനെ നോക്കും? അവർ മുകളിലേക്ക് നോക്കി ചോദിച്ചതും അവൾ പൊട്ടിച്ചിരിച്ചു. അത് കണ്ടതും അവരുടെ മുഖം ഒന്ന് വിടർന്നു. മോള് പോയി ഡ്രസ് മാറിയിട്ട് വാ, ഞാൻ വല്ലതും കഴിക്കാനെടുക്കാം. പിന്നെ എന്നെ കണ്ടപ്പോൾ മുങ്ങിയവരോടും പറഞ്ഞേക്ക് കഴിക്കാൻ വരാൻ. അവളൊരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും പിറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആരാണെന്നറിയാമെങ്കിലും അവൾ തിരിഞ്ഞു നോക്കി. അമ്മ വല്ലതും പറഞ്ഞോ ഏട്ടത്തി? അത് ചോദിച്ച് രണ്ടും കൂടി വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. രണ്ടാളും ഇനി എന്നോട് മിണ്ടണ്ട. 2 പേരോടും അമ്മ കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അതും പറഞ്ഞ് 2 പേരെയും നോക്കാതെ അവൾ റൂമിലേക്ക് കയറി വാതിലടച്ചു. അത് കണ്ടതും 2 പേരുടെയും മുഖത്തെ ചിരി മാഞ്ഞു. മുഖം വാടി. വൈകി ഒരു ചിരിയോടെ ഡോർ ലോക്ക് ചെയ്ത് വേഗത്തിൽ ഡ്രസ് മാറി താഴേക്കിറങ്ങി. അന്ന് മുഴുവൻ ആദിയും ആലിയും അവളുടെ പിറകെ നടന്നു. രണ്ടും കരച്ചിലിന്റെ വക്കോളം എത്തിയപ്പോഴാണ് അവൾ മിണ്ടിയത്. കാശി രാവിലെ പോയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ കൂടി ഉള്ളിലുള്ള ടെൻഷനൊക്കെ അവൾ മറന്നു. കാശി എത്താത്തതിനാൽ അകത്തു കയറിയതും വൈഗക്ക് ആശ്വാസം തോന്നി. അവൾ ബെഡിലേക്കിരുന്ന് ഹെഡ് റെസ്റ്റിലേക്ക് ചാരി കണ്ണടച്ചിരുന്നു. കഴിഞ്ഞുപോയത് ഓരോന്നായി അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. കാശി റൂമിലേക്ക് കയറിയപ്പോഴേ കണ്ടു കട്ടിലിൽ ചാരിയിരുന്ന് മയങ്ങുന്ന വൈഗയെ. കണ്ണീർപ്പാടുകൾ അവളുടെ കവിളിൽ ഉണങ്ങിക്കിടക്കുന്നുണ്ട്. അത് കണ്ടതും അവന്റെ ഹൃദയത്തിൽ ഒരു വേദന തോന്നി. ഒരു നിമിഷം അവളെ നോക്കി നിന്നതിന് ശേഷം അവൻ ഡോർ ലോക്ക് ചെയ്ത് അവൾക്കടുത്തേക്ക് വന്നു. കണ്ണടച്ചിരുന്ന് മയങ്ങുന്നവളെ അവൻ കണ്ണിമേക്കാതെ നോക്കി. അവളുടെ മാറോട് ചേർന്ന് കിടക്കുന്ന തന്റെ താലി കണ്ടതും
അവനൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവളെ കൈകളിൽ കോരിയെടുത്ത് നേരെ കിടത്തി. AC-യുടെ തണുപ്പിൽ അവളൊന്ന് ചുരുണ്ടതും ബ്ലാങ്കറ്റെടുത്ത് അവളെ പുതപ്പിച്ച് അവനും കിടന്നു. ആദിയും ആലിയും ക്ലാസ്സിൽ പോകുന്നത് കൊണ്ട് തന്നെ വൈഗയ്ക്ക് വല്ലാത്ത ബോറടിയായിരുന്നു. ഉള്ള സമയം മുഴുവൻ അവൾ സാവിത്രിയുടെ കൂടെ കൂടി. രാത്രി അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കാശി വരുന്നത്. നീ കഴിച്ചോ കാശി? ഇല്ലമ്മേ, ഇപ്പോൾ വേണ്ട, ഞാനൊന്ന് ഡ്രസ് മാറി ഫ്രഷായി വരാം. അതും പറഞ്ഞവൻ മുഖം കുനിച്ചിരിക്കുന്നവളെ ഒന്ന് നോക്കി മുകളിലേക്ക് നടന്നു. അവൻ്റെ ആ നോട്ടം അവളൊഴികെ മറ്റെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവളും സാവിത്രിയും കൂടി കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു. ആലിയുടെ ഡ്യൂട്ടി ടേബിൾ ക്ലീൻ ചെയ്യലാണ്. മോളെ, എല്ലാം കഴിഞ്ഞ് ആലിയുടെ കൂടെ പോവാൻ നിന്നവളെ സാവിത്രി പുറകിൽ നിന്ന് വിളിച്ചു. എന്താ അമ്മേ? അത് മോളെ, അമ്മക്കൊരു തലവേദന. കാശി ഇപ്പോൾ വരും. മോള് അവന് ഫുഡ് എടുത്തു കൊടുക്കുമോ? അവർ നെറ്റിയിൽ തടവിക്കൊണ്ട് ചോദിച്ചു. അമ്മ കിടന്നോളൂ, ഞാൻ എടുത്തു കൊടുത്തോളാം. അതും പറഞ്ഞവൾ അവിടെ നിന്നു. അവളുടെ കൂടെ അവിടെ നിൽക്കാൻ നിന്ന ആലിയെ അവർ കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് അവിടെ നിന്നും പറഞ്ഞു വിട്ടു. അവർ പോയതും അവൾ ഫോണെടുത്ത് അവിടെ സ്ലാബിൽ കയറിയിരുന്നു. ഇന്നലെ രാത്രി ബെഡിൽ ഇരുന്നുറങ്ങിയ താനെങ്ങനെ കിടന്നു? ഇനി കാശിയേട്ടനെങ്ങാനും എടുത്ത് കിടത്തിയതാണോ? ഏയ്, ചാൻസില്ല. താൻ തനിയെ കിടന്നു പോയതാവും. കാലനായിരുന്നെങ്കിൽ തന്നെ എടുത്ത് പുറത്തിട്ടേനെ. ഓർത്തതും അവളിലൊരു ചിരി വിരിഞ്ഞു. മുൻപിൽ ആരോ വന്നു നിൽക്കുന്ന പോലെ തോന്നിയതും അവൾ മുഖമുയർത്തി. അതേ, സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിൽ എനിക്ക് വല്ലതും താ, വല്ലാത്ത വിശപ്പ്. പറഞ്ഞുകൊണ്ടവൻ അകത്തേക്ക് കയറി വന്ന് അവൾക്ക് മുൻപിലുള്ള ഒരു ചെയറിൽ ഇരുന്നു. അവൾ ചമ്മലോടെ സ്ലാബിൽ നിന്നും ഇറങ്ങി. സോറി, ഞാൻ കണ്ടില്ല, ഞാനിപ്പോൾ എടുക്കാം. അതും പറഞ്ഞവൾ വേഗത്തിൽ എല്ലാം എടുത്തു വെച്ചു. അവനെ നോക്കിയപ്പോൾ അവിടെ തന്നെ ഇരിപ്പാണ്. ഒരു കൈയിൽ ചപ്പാത്തിയും മറുകൈയിൽ കറിയുമായി അവൾ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. എങ്ങോട്ടാ? അവൻ ചോദിച്ചതും അവൾ തിരിഞ്ഞു. അത് അവിടെ ഇത് വെക്കാൻ. അവൾ നിന്ന് വെക്കി. ഇത്രയും വലിയൊരു ഉണ്ടക്കണ്ണുണ്ടായിട്ടും നിനക്ക് ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടൂടെ? ഇങ്ങോട്ട് താടി, ഉണ്ടക്കണ്ണി. അവൻ കലിപ്പിച്ച് പറഞ്ഞതും അവളുടെ കവിളുകൾ വീർത്തു. അത് കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു ചിരി തത്തിക്കളിച്ചു. അവന് മുൻപിൽ എല്ലാം വെച്ചവൾ തിരിഞ്ഞതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. എവിടെ പോണു? അത് ഞാൻ ആലിയുടെ അടുത്തേക്ക്. അവളാണോ നിന്നെ കെട്ടിയേ? അത് കേട്ടതും അവൾ പതർച്ചയോടെ മുഖം കുനിച്ചു. ഞാൻ കഴിച്ചു തീരുന്നത് വരെ എൻ്റെ അടുത്തിരുന്നോണം. എവിടെയും പോവരുത്. രാത്രി എടുത്തു കിടത്താൻ അവൾക്ക് ഞാൻ വേണം. അല്ലാത്ത ടൈമിലൊക്കെ ഞാൻ പുറത്ത്. അവൻ പറഞ്ഞത് കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി.